അല്ല നിങ്ങൾ എന്ത് പറയുന്നു? ഡബിൾ ഓക്കെ. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും, അവരവർക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ എഴുതി എന്റെ കയ്ത്താ. ഞാൻ അതൊരു പാത്രത്തിലാക്കി കുലുക്കി നറുക്കിട്ടെടുത്ത് തരാം. ആ സ്ഥലത്തായിരിക്കും നിങ്ങൾ പോകുന്നത്. എല്ലാരും സമ്മതിച്ചല്ലോ? ഓക്കെ 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 ഓക്കെ. എന്തേത് എല്ലാരും കൂടി നറുക്കിട്ട് കളിക്കുക? യു ആർ എ ലക്കി ഗേൾ. നീയേ ഇതിനകത്തൊരു നറുക്കും കെട്ടെടുത്തേ. ഞാനോ? എന്തിന്? അതൊക്കെ പറയാം, നീ ഇതിനകത്ത് നറുക്കെടുക്ക്. ഇത് ഞങ്ങൾക്ക് ടൂറ് പോകാനുള്ള സ്ഥലങ്ങളുടെ പേരെഴുതി നറുക്കിടുന്നതാ. ഓ അതാണോ കാര്യം? എന്നാ പിന്നെ ഞാൻ തന്നെ എടുത്തേ. എടുക്ക്. ഏത് സ്ഥലാ പറയട്ടെ? വേഗം പറ പേട്ടി. മൂന്നാർ. മൂന്നാറൊന്നും വേണ്ട, ഞങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം പോയിട്ടുള്ളതാ. നറുക്കിട്ടതേ ഇനി മാറ്റാൻ പറ്റില്ല, അവിടെ തന്നെ പോണം. മൂന്നാർ ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്ക് ഞങ്ങൾ പോയി അടിച്ചു പൊളിക്കാതെ. അമ്മ വരുന്നുണ്ടോ? അല്ലേ, നറുക്കിട്ടത് ഞാനല്ലേ, പിന്നെ ഞാൻ വരാതെ എന്തോ അടിച്ചു പൊളി. അല്ലമ്മേ, ഇത് ഞങ്ങള് കപ്പിൾസ് ടൂറ് പോകുന്ന, അല്ലാതെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നൊന്നല്ല. ഓഹോ, അത് ശരി. അപ്പൊ എന്നെ കൊണ്ടുപോകത്തില്ല? അമ്മേ, അവിടെ ഭയങ്കര തണുപ്പാ. തണുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാ. അമ്മ, അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ഞങ്ങള് മാത്രം പോവാനാ തീരുമാനിച്ചിരുന്നത്. ആഹാ, അത് ശരി. ഇതെല്ലാം കൂടെ ചുരുട്ടി കൂട്ടി അടുപ്പിട്ട് കത്തിച്ചു കളിഞ്ഞു. നറുക്കെടുത്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാരെ. മാത്രമില്ലാതെ മൂന്നാറും ഇല്ല, നാലാറും ഇല്ല. അല്ല പിന്നെ കൊണ്ടുപോകാൻ മൂന്നാറ് കണ്ടോ തന്നെ. കൊടയക്കനാൽ അടക്കട. കുളു മണാലി ഇപ്പൊ വിടാട്ടോ. കുളു മണാലി ഇപ്പൊ പോമേ. അവിടെ കട. മൂന്നാർ. ഇപ്പൊ പോകുമ്പോ മൂന്നാറിന്. അമ്മേ, അമ്മ എന്തേ കാണിക്കുന്നേ? തപ്പിടി. മൂന്നാറിനെ ഞാൻ 16 കഷ്ണങ്ങളാക്കി തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞ? മൂന്നാറിനെ 16 കഷ്ണമാക്കിയെന്നോ? കണ്ടില്ലേ? എന്റെ അമ്മേ, അമ്മ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാൽ എങ്ങനെയാ? നോ നോ നോ, ഐ നോട്ട് എ കൊച്ചുകുട്ടി, ഐ ആം ബിഗ് മദർ. ബിഗ് മദർ ഇങ്ങനെയാണോ പെരുമാറുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പെരുമാറണം? ഞാൻ ഇല്ലാതെ നോ മൂന്നാർ. അമ്മ, അവര് ഭാര്യമാരും ഭർത്താക്കന്മാരും ഒരുമിച്ച് പോകാനല്ലേ പ്ലാൻ ചെയ്ത്. അതിനിടയ്ക്ക് അമ്മ എന്തിനാ പോകുന്നത്? അപ്പോ ഏട്ടന്റെ സന്തോഷം? എന്റെ സന്തോഷം, എന്റെ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഭർത്താവ് ഞാനായിരിക്കും. നിന്നെ പോലൊരു ഭാര്യയെ കിട്ടിയതിൽ. ഹലോ മോനെ, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വിളിച്ചതാ. എനിക്ക് ഷഷ്ടി പൂർത്തിയായി, എന്ന് വെച്ചാ 60 വയസ്സായി. അത് നമുക്ക് ആഘോഷിക്കണമല്ലോ. ഞാനും ചോദ്യം നാളെ തന്നെ അങ്ങോട്ട് വരാം. ഓ, എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. ഈ 60ാം പിറന്നാൾ നമുക്ക് അടിപൊളിയാക്കണം. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. ശരി മോനെ. തന്റെ അച്ഛന്റെ 60ാം പിറന്നാളാ. ഇത് നമുക്ക് ആഘോഷിക്കണ്ടേ? അച്ഛന് 60 വയസ്സായെന്ന് എനിക്കങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല.
അല്ലെങ്കിലും പെൺമക്കൾക്ക് അങ്ങനെയാ. അച്ഛന്മാര് വയസ്സാകുന്നത് അവർക്ക് ഇഷ്ടമല്ല. അത് സത്യം. എന്റെ അച്ഛൻ എന്നും ചെറുപ്പമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനാ എനിക്കിഷ്ടം. മായ എല്ലാം എടുത്തു വെച്ചല്ലോ അല്ലേ? ആ സൂക്ഷിക്കണം മക്കളെ. ഈ കാട്ടിലൊക്കെ പോകുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. ആ പിന്നെ നിങ്ങളുടെ ആഗ്രഹം കൊണ്ടാ ഞാനെല്ലാം സമ്മതിച്ചത്. അവര് ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ അമ്മ. അവര് സന്തോഷത്തോടെ പോയിട്ട് തിരിച്ചു വരട്ടെ. അമ്മ പറഞ്ഞത് അത്ര ചെറിയ കാര്യമായി കരുതണ്ട. ദൂരത്തല്ലെങ്കിലും അത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമല്ലത്. നിങ്ങൾ ഇത്രയും നിർബന്ധം പറഞ്ഞുകൊണ്ടാ ഞാൻ അതിന് സമ്മതിക്കുന്നത്. അത് സാരമില്ല ഡീക്കെ, ഞങ്ങൾ സൂക്ഷിച്ചോളാം. അതെ, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരില്ലേ? ആ സ്ഥലത്തിന് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ അന്വേഷിച്ചു. ധാരാളം ആൾക്കാര് ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. സ്ഥലത്തിനൊരു കുഴപ്പമില്ലെന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള മറ്റു പലതിനുമാണ് കുഴപ്പം. സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ. പെൺകുട്ടികൾ കൂടെ ഉള്ളതാ. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ പിന്നെ താമസിക്കണ്ട, ഇറങ്ങിക്കോ. പോയിട്ടോ. ശരി ശരി. ശരി. വാ. MP വിഘ്നേശ്വർ കൊടുത്തൊരു കൊട്ടേഷൻ ആയിരുന്നു അത്. ആ ഭീഷണി ഇവിടെ നിലനിൽക്കുകയല്ലേ? പിന്നെ എന്തിനാ ആ ഭീഷണിയുടെ ഇടയിലേക്ക് നീ അവളെയും കൊണ്ട് വന്നത്? ഏട്ടാ, ഇപ്പൊ അവളെന്റെ ഭാര്യ. ഞങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണം. അതിനിവിടെ അല്ലാതെ മറ്റൊരിടവും പറ്റുന്നില്ല. മരിക്കാനാണെങ്കിലും ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് പോകാൻ തീരുമാനിച്ചവരെ ഞങ്ങള്. ഏട്ടനാ അവളെനിക്ക് കൊണ്ടുതന്നത്. ഈ ഏട്ടന്റെ അടുത്തല്ലാതെ എനിക്കും അവൾക്കും മറ്റെവിടെയാ സുരക്ഷിതത്വം ഉണ്ടാവുന്നത്? ഈ ലോകത്ത് എവിടെ പോയാലും ഏട്ടന്റെ ഇവിടെ കിട്ടുന്ന സുരക്ഷിതത്വം വേറെ ഒരിടത്തും കിട്ടില്ല. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത്. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനിയുള്ള ഓരോ ചുവടും സൂക്ഷിച്ചു വേണം. പ്രതികാരത്തിന് വേണ്ടി കാത്തിരിക്കുക വിഘ്നേശ്വർ. കഴിഞ്ഞ ദിവസം അയാൾ എന്നെ വിളിച്ചിരുന്നു. അമലയെ ഞാൻ തന്നെ അയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് അയാളുടെ ആവശ്യം. ഇവിടെയും ഒട്ടും സുരക്ഷിതമല്ല. ഏത് നിമിഷവും വിഘ്നേശ്വർ നിങ്ങളെ തേടി വരും. ഞങ്ങൾ പിന്നെ എങ്ങോട്ട് പോണെന്ന് ഏട്ടൻ പറയുന്നേ? ഇനി ഒളിച്ചോടാൻ വയ്യേട്ടാ. അല്ല, ശരിയല്ല. അത് അങ്കിളിനും അറിയാം. ദേ, അങ്കിൾ ഇപ്പൊ തന്നെ എന്നെ എന്തോ ഒരു ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു. എന്നിട്ട് ഞാൻ അങ്കിളിനോട് വല്ല പറഞ്ഞോ? എന്തുകൊണ്ടാ? സ്നേഹം കൊണ്ട്. അങ്കിളിനോടുള്ള എന്റെ അടങ്ങാത്ത സ്നേഹം കൊണ്ട്. ദേ, പിണങ്ങി നിൽക്കാതെ അടുക്കളയിലോട് ചെന്നേ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ച് മിടുക്കനായിട്ട് വാ. നമുക്ക് അടിച്ച് പൊളിക്കണ്ടേ? ആന്റി, ആന്റി വിളിച്ചാലും കിട്ടത്തില്ല. പിണങ്ങി പോണോ? കുഞ്ഞു പാവയ്ക്കുന്നല്ലോ നല്ല നാളു പിറന്നാള്. തുന്നി വെച്ചതാരാണീ ഇന്നോ? ഈശ്വര, ഞാനും സൂര്യൻ തമ്മിൽ ഫോണിൽ സംസാരിച്ചത് അവിനാശ് കേട്ടിട്ടുണ്ടാവോ? എന്റെ ഫോണെടുത്ത് അവിനാശ് അവളെ വിളിച്ചെന്ന് പറഞ്ഞ സത്യമാണോ? എന്നിട്ട് എന്തായിരിക്കും അവിനാശ് ഇതുവരെ ഒന്നും ചോദിക്കാത്തത്? സൂക്ഷിക്കണം, എപ്പോഴാ അയാൾ പൊട്ടിത്തെറിക്കാന്നറിയില്ല. പ്രിയമോളെ, എനിക്ക് ഈ ആഘോഷങ്ങളൊന്നും വേണ്ട. ഈ കേക്കും അലങ്കാരങ്ങളും ഒക്കെ എടുത്തു മാറ്റ്. ഇവിടെ ഒരു ആഘോഷവും വേണ്ട. അച്ഛാ, എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടല്ല. എന്റെ മകളും മരുമകനും വരുമ്പോ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാള് ഈ വീട്ടിൽ വേണ്ട, അത്രേ ഉള്ളൂ.
അവൻ പുറത്ത് എന്തൊക്കെ അലങ്കാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതൊന്നും ഇവിടെ വേണ്ടെന്നേ. അവനും കൂടി ചേർന്നിട്ടുള്ള ഒരു ആഘോഷത്തിനും ഞാൻ തയ്യാറല്ല. അത് വേണ്ട വേണ്ട. അവനോട് മര്യാദക്കൊന്ന് ഇറങ്ങി പോകാൻ പറ. അച്ഛാ അത് നിങ്ങളൊന്ന് പതുക്കെ പറ, അവൻ കേക്കും. കേക്കട്ടെ, അതിനെനിക്കെന്താ. ഇത് കേട്ടിട്ടെങ്കിലും അവനൊന്ന് ഇറങ്ങി പോന്നേ പൊക്കോട്ടെ. അവന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കണമെന്ന് എനിക്ക് തിളച്ചു വരുന്നുണ്ട് കേട്ടാ. എടി അവനോട് ഇറങ്ങി പോകാൻ പറയാൻ. അച്ഛാ ഞാൻ പറയുന്നു. പ്രിയേ, അയ്യോ ഇതുവരെ കേക്കൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? എന്തോ വാച്ചാ ഇത്. ഇവിടെ ചുമ്മാ ഇങ്ങനെ നിന്നാ മതിയോ? അല്ല ശരിക്കും ഇതെന്താ, പിറന്നാൾ വീടോ അതോ മരണ വീടോ? നമുക്ക് കേക്ക് കട്ട് ചെയ്യണ്ടേ? ആന്റി എന്നാ ഇതുപോലൊക്കെ ഒന്ന് ആഘോഷിക്കുന്നേ? അത് നമുക്ക് ഇതിനേക്കാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അതിപ്പോ പെട്ടെന്നാവുമല്ലോ. പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ഈ അങ്കിളും ആന്റിയൊക്കെ മറന്ന് അച്ഛനും അമ്മയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, എനിക്കറിയാം. പക്ഷേ എന്റെ അച്ഛനും അമ്മയും എനിക്ക് ദൈവങ്ങളാ. നിങ്ങളെയും ആ ദൈവങ്ങളുടെ സ്ഥാനത്ത് കാണാനാ എനിക്കിഷ്ടം. ഭാര്യയുടെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ കാണണമെന്നാ എന്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 60 വർഷങ്ങൾ തികയാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരു മനുഷ്യായുസിന്റെ ഏതാണ്ട് 3/4 പങ്കും സന്തോഷത്തോടെ ജീവിച്ചു തീർത്തവർക്ക് മാത്രം കിട്ടുന്ന സൗഭാഗ്യ ഈ 60 വയസ്സിലെ ആഘോഷം. ആ കറക്റ്റാ ഏട്ടാ, ഏട്ടൻ പറഞ്ഞത് കറക്റ്റാ. എന്റെ ഭാര്യയുടെ അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നത് എനിക്കും അഭിമാനമാണ്. സത്യം പറയാലോ അച്ഛാ, ഇത്രയും പാവമായ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അച്ഛാ, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ജീവിതത്തിൽ നല്ലത് ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തിന്മയുടെ വഴിയെ സഞ്ചരിക്കുന്നവർക്ക് ചിലപ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങളൊന്നും നടത്താനുള്ള ഭാഗ്യം ഉണ്ടായെന്ന് വരില്ല. എന്തൊക്കെയായാലും നമ്മുടെ രണ്ടുപേരുടെ അമ്മായച്ചന് ഇങ്ങനൊരു സൗഭാഗ്യം കിട്ടിയല്ലോ. നമുക്ക് സന്തോഷിക്കാം അല്ലേട്ടാ? ഒരുപാട് കാലം ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇനിയും ജീവിക്കാൻ ഈശ്വരൻ അങ്കിളിനെ അനുഗ്രഹിക്കട്ടെ. എന്റെ ഏട്ടാ, ഇങ്ങനൊന്നും കയറി ആശംസിച്ചേക്കല്ലേ. ഒരുപാട് കൊല്ലമൊന്നും ജീവിക്കണ്ട. ആരോഗ്യത്തോടെ കുറച്ചു വർഷങ്ങൾ. വയ്യാണ്ട് എവിടെയെങ്കിലും കടന്നു പോയാലുണ്ടല്ലോ നമ്മുടെ ജീവിതം പിന്നെ നരകത്തിലായി പോവും. പറഞ്ഞില്ലാന്ന് വേണ്ട. അതുകൊണ്ട് എവിടെയെങ്കിലും കിടക്കുന്നതിന് മുമ്പ് അങ്ങ് മരിച്ചേക്കണേ. അച്ഛനോടല്ല, ഞാൻ എന്നോട് തന്നെ. ഏട്ടാ ഒന്ന് ഒതുങ്ങി. Happy birthday to you. ഇനി എടുത്തേക്ക്. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. ഏട്ടന് താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു. ചെല്ല്. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ. അനി കൈകൊട്ട്. അച്ഛൻ ഹാപ്പിയായി. വാങ്ങി. അച്ഛാ എന്നാ നിങ്ങളൊന്ന് ആഘോഷിക്കാൻ ഞാനിപ്പോ. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ഇന്ന് ഇവിടെ കൊണ്ട് അവസാനിച്ചിരിക്കുക. ഇനി മേലിൽ നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല. എന്റെ ഏട്ടനും ചേച്ചി ഒന്നിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഈ നാടകം മുഴുവൻ കളിച്ചത്.
എല്ലാം ഞാനും സൂര്യൻ കൂടി ഉണ്ടാക്കിയ നാടകം തന്നെയാ. അറിയാം, എല്ലാം അറിയാം. പ്രിയ, നീ എന്റെ ഭാര്യയാ. പോടോ. എങ്ങനെയാടാ ഇവള് നിന്റെ ഭാര്യയായത്? നിന്റെ ഭ്രാന്തിനെ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചോണം. ഒരുപാട് സഹിച്ചു ഞങ്ങള്. ഇനി ദേ എന്റെ മോളെ ശല്യപ്പെടുത്താൻ വന്നേക്കരുത്. ഡാ, നിന്നെ ഇവിടെ വെച്ച് തീർക്കാൻ കഴിയാഞ്ഞിട്ടല്ല, പക്ഷേ നിന്നെ പോലൊരുത്തിനു വേണ്ടി ജയിലിൽ തീർക്കാനുള്ളതല്ല ഞങ്ങളുടെ ആരുടെയും ജീവിതം. എന്നെ ആശ്രയിച്ച് കഴിയുന്ന കുറെ പേരുണ്ട്. അവരുടെ ജീവിതം എനിക്ക് പ്രധാനം. അതുകൊണ്ട് നിയമത്തിന്റെ വഴിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കും. രാജീവിന്റെ കൊലപാതകത്തിന്റെ ശിക്ഷ നിന്നെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. ഇറങ്ങി പോവാൻ. പ്രിയ, ഞാൻ വരും. കൊന്നാലും എരിച്ച് ഭസ്മമാക്കിയാലും നിന്നെ തേടി ഞാൻ വരും. നിന്നെയും കൊണ്ടേ ഞാൻ പോകും. നിന്നെയും കൊണ്ടേ ഞാൻ പോകും. അമ്മേ, ഞങ്ങൾ ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആരാ? അമ്മയാണോ? അതെ. എങ്ങനെ തന്നെ? ഹലോ അമ്മേ, ഞാനാ ചിത്രയാ. അമ്മ ഫുഡ് വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല, കഴിക്കാൻ പോന്നേ ഉള്ളൂ. ഇപ്പോഴേ പ്രേയറില്ല. മൈ ലിറ്റിൽ കണ്ണനുമായി ഒരു ലിറ്റിൽ ടോക്കിംഗ്. അമ്മേ, ഞാൻ താരേച്ചിക്ക് കൊടുക്കാണ്. ഹലോ അമ്മേ, ഡി കെ ജ്യോതി എവിടെ പോയി? ആ, അവരിപ്പോ ലവിങ്ങിലല്ലേ ബേട്ടി. ഓ, ആ, നിങ്ങൾ അവിടുന്ന് വരുമ്പോഴേ കുട്ടികൾക്കുള്ള കുറെ നല്ല പേരുകളെ സെലക്ട് ചെയ്തോണ്ട് വരണം കേട്ടോ. എന്തിനാ അമ്മേ? ഡീക്കും ജ്യോതിക്കും കുട്ടികളുണ്ടാവുമ്പോഴേ ആ പേരിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഇടാമല്ലോ. അയ്യടാ, അമ്മയുടെ ഒരു ബുദ്ധി. അതെ, ഇങ്ങനെ വന്നേ. ഹലോ അമ്മേ, അതെ, ഞങ്ങൾ ആദ്യം ഞങ്ങൾക്കുണ്ടാവാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പേര് കണ്ടുപിടിക്കട്ടെ. എന്തായിരിക്കും? അത് കഴിഞ്ഞു മതി അമ്മയുടെ മോന്റെ മരുമോളുടെ കുഞ്ഞിന്റെ പേര് കണ്ടുപിടിക്കുന്നത്. ഓഹോ, അപ്പോ ഫസ്റ്റിലെ തന്നെ നിങ്ങൾ ഡെലിവറി ചെയ്യാൻ പോവാണല്ലേ? അങ്ങനെയല്ല. അതെ അമ്മേ, ആദ്യം ഞങ്ങള് ഡെലിവറി ചെയ്യാൻ പോവാ. ആദ്യം ഞങ്ങളുടെ കുട്ടികൾക്ക് പേര് കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് അമ്മയുടെ ജ്യോതി മോളുടെ കുഞ്ഞിന്റെ പേര് തരാം. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നിങ്ങൾ വരുമ്പോ പേര് കൊണ്ടുവന്നാ മതി. ആ, ഞാൻ മായച്ചിക്ക് കൊടുക്കാം. ദാ. അമ്മേ, ഞങ്ങള് പോയിട്ട് വരാട്ടോ. അതെ, ട്രാവൽ പോകുമ്പോ കെയർഫുൾ ആയിരിക്കണം കേട്ടോ. നിങ്ങളുടെ അല്ല, നിങ്ങൾ എപ്പോഴാ മദറിനെ കാണാൻ പോകുന്നത്? എപ്പോഴാന്ന് തീരുമാനിച്ചിട്ടില്ല. നാളെ പോവാന്ന് വിചാരിക്കുന്നമ്മേ. അതെ, പോകുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ചെന്ന് അമ്മയുമായിട്ട് വഴക്കിടാനെന്ന് നിൽക്കരുത് കേട്ടോ. അവരെന്തു പറഞ്ഞാലും നിങ്ങൾ അത് കേൾക്കണം. ദേ, നിങ്ങളുടെ മദറാ. ഇവളിട്ടേച്ചു പോയതിന്റെ സങ്കടമൊക്കെ അവർക്ക് കാണും. അതിന്റെ സങ്കടത്തില് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്നും ഇരിക്കും. അതൊക്കെ നിങ്ങളൊക്കെ അങ്ങോട്ട് ക്ഷമിച്ചേക്കണം. തിരിച്ചങ്ങോട്ട് ഒന്നും പറയാൻ പോണ്ട, മനസ്സിലായോ? എനിക്കറിയാം മോൾക്ക് അമ്മയെ കാണാത്തതിൽ ഉള്ളിൽ സങ്കടമുണ്ടെന്ന്. ഇവനത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ, പക്ഷേ അമ്മയ്ക്ക് മനസ്സിലാവും. കണ്ടില്ലേടാ, സ്വന്തം മദറിനെ പറ്റി പറഞ്ഞപ്പോ അവിടെ കണ്ണു നിറഞ്ഞത്. ഇവിടെയുള്ളിൽ അമ്മയുടെ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. അതിന് ഇവളുടെ അമ്മയെ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇവളുടെ അമ്മയല്ലേ ഞങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതൊക്കെ മാറും. ഇവളുടെ മദർ നിങ്ങളെ ഹാപ്പി ആയിട്ട് സ്വീകരിക്കും. പോരെ മോളെ? എന്നെ പോലെ ഒരു അമ്മ തന്നെയാ നിന്റെ അമ്മയും. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ചെന്ന് കുറച്ചു ദിവസത്തേക്ക് മദറിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. നമ്മക്കെല്ലാവർക്കും കൂടെ ഇവിടെ അടിച്ചു പൊളിച്ച് കുറച്ചു ദിവസം അങ്ങോട്ട് കൂടാന്നേ. ഇതുവരെയുള്ള വഴക്കുകളും പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം പറഞ്ഞ് അതങ്ങ് തീർക്കുകയും ചെയ്യാലോ. ഒരു പിണക്കവും ഒരുപാട് കാലത്തേക്ക് കൊണ്ടു നടക്കാനുള്ളതല്ല മോളെ. ഇതുപോലൊരമ്മയെ കിട്ടാൻ എത്ര പുണ്യം ചെയ്യണം. അമ്മയെ
അമ്മയും ഏട്ടത്തിയും തമ്മിലുള്ള സ്നേഹം കാണുമ്പോഴൊക്കെ സത്യം പറഞ്ഞ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. മരുമകളെ എങ്ങനെ ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുന്നു എന്ന്. അതിന് മരുമകളായി കണ്ടാലല്ലേ കുഴപ്പമുള്ളൂ. മകളായിട്ട് കണ്ടു നോക്ക്, അപ്പൊ എല്ലാ പ്രശ്നവും തീരും. നിങ്ങളെല്ലാം എന്റെ മക്കളാ, മരുമക്കളല്ല. സ്വന്തം മക്കളോട് വഴക്കിടാൻ പറ്റുമോ? ഈ ഭൂമിയില് എല്ലാ വീട്ടിലും വന്നു കയറുന്ന മക്കൾ സ്വന്തം മക്കളാണെന്ന് അമ്മമാരങ്ങ് കരുതിയാ മതി. തിരിച്ചും മക്കളുകളും വിചാരിക്കണം കേട്ടോ, സ്വന്തം അമ്മമാരും അച്ഛന്മാരുമാണ്. അതോടെ എല്ലാ വഴക്കുകളും അവസാനിക്കും. അമരാവതിയിലെ പത്മാവതി അമ്മയുടെ മഹത് വചനങ്ങളാ ഇതൊക്കെ. നീ വേണമെങ്കിൽ എവിടെയെങ്കിലും കുറിച്ചു വെച്ചു, ഭാവിയിൽ ഉപയോഗിക്കാം. അമ്മയെ കളിയാക്കണ്ട കേട്ടോ. അമ്മ പറഞ്ഞതൊക്കെ സത്യം. സ്നേഹം കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ഈ അമ്മയുടെ കൂടെ എനിക്ക് ഒത്തിരി നാള് ജീവിക്കണം, സന്തോഷത്തോടെ. അതിനെന്താ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നീ എന്റെ മരുമകളല്ലേ? മരുമകളല്ല, മകളാ. കേറി വാടാ, ദേഹമൊക്കെ നനങ്ങട്ടെ. വെള്ളമുണ്ടോ ഒരിടത്തേലും? മായേച്ചി, വെള്ളമുണ്ടോ? ക്ഷണിച്ചോ? ഒരു ഫോട്ടോ എടുത്തു തരുമോ? ഇതാ ഇവിടെ നിന്ന് നല്ല വ്യൂ ആ സൈഡിൽ നിന്ന് എടുക്കാം. ഈ സൈഡിൽ നിൽക്കാം. ഞങ്ങള് പോവാണേ. കൊള്ളാല്ലേ? നീ എടുത്തു കൊടുക്ക. സ്വന്തം ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ അറിയില്ലേ? ഇവിടെ ഇങ്ങനെ ഏട്ടാ, ഒന്നിങ്ങ് വന്നേ. എന്താ, എന്തു പറ്റി? ദേവര് പോവാൻ നിക്കുവാ. ആര്? ശിവയും അമലയും. എവിടെ പോവാൻ? ബാംഗ്ലൂരിലേക്ക് ഹിരൺമയ്യെ കാണാൻ. തൽക്കാലം വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഈ സമയത്ത് അങ്ങോട്ട് പോയുള്ള അപകടം അവർക്കറിയാവുന്നല്ലേ. പറഞ്ഞ മനസ്സിലാവാത്ത കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. പിന്നെ ഒന്നോർത്താ അവര് ചോദിക്കുന്നത് ശരിയല്ലേ? എത്ര കാലം ഇങ്ങനെ പേടിച്ചോടാനാ? എന്തെങ്കിലും ഒരു ദിവസം അമ്മയെ പോയി കാണാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ ശരിയാ, പക്ഷെ അപകടം സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ശിവയ്ക്കായിരിക്കും. ശിവയ്ക്കോ? അതെ. ആ MP വിഘ്നേശ്വർ ഒരുപക്ഷെ അമലി ഒന്നും ചെയ്തെന്ന് വരില്ല. പക്ഷെ അയാൾക്ക് അപമാനം ഉണ്ടാക്കാൻ കാരണക്കാരനായ ശിവയെ അയാൾ വെറുതെ വിടില്ല. അങ്ങനൊരു സന്ദർഭത്തിൽ അയാളുടെ വായിലേക്ക് എന്ന് കയറണം. നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്താലോ? എന്ത് കാര്യം? നമുക്ക് അമലയുടെ അമ്മയെ ഇങ്ങോട്ട് വിളിപ്പിച്ചാലോ? ഇവിടെ ആകുമ്പോ അമ്മയ്ക്കും മകൾക്കും സമാധാനമായി സംസാരിക്കാനും കാണാനും പറ്റുമല്ലോ. ഓ, അവരിങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വന്ന് ഇത്രയേറെ കോലാഹലങ്ങളും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇനി അവര് മകളെ കാണാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമോ? എന്തോ എനിക്ക് തോന്നുന്നില്ല. തൽക്കാലം നീ എന്ന് അവരോട് ഇപ്പൊ പോകണ്ടെന്ന് പറ. അവര് റെഡിയായി കഴിഞ്ഞില്ലേട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? എനിക്കൊന്നും വയ്യ പറയാൻ. എന്നാ നീ പറയണ്ട, ഞാൻ തന്നെ പറയാം. നീ ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ? നിന്റെ അനുജത്തിയല്ലേ അവള്? അവളുടെ ജീവിതത്തിന് ഒരു അപകടം ഉണ്ടായിരിക്കേണ്ടത് നിന്റെ കൂടി ഉത്തരവാദിത്തമല്ലേ? എന്നിട്ടാണോ നീ അവരെ പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് അയക്കുന്നത്? അവിടെ പതുങ്ങിയിരിക്കുന്ന അപകടം എന്താണെന്ന് നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ? ഫൂൾ. എന്തിനാട്ടാ ഏട്ടത്തി വഴക്ക് പറഞ്ഞത്? സങ്കടപ്പെട്ടു പോയത് കണ്ടില്ലേ? നിങ്ങൾ പോയിട്ടോ.
ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, വളരെ സൂക്ഷിക്കണം. ആ ശരി അമ്മേ, പോയിട്ട് പോയിട്ട് വരാം. വാ മക്കളെ, പോ. വാ. പോയിട്ട് വരാം പോയിട്ട് വാ. മൈ ലിറ്റിൽ കണ്ണ, ഇതെന്തൊക്കെയായി കാണിക്കുന്നത്? എനിക്ക് ഒന്നിനും തോന്നുന്നില്ല ഏട്ടാ. സമാധാനത്തോടെ ഒരിടത്ത് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ലോകത്ത് ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പോലും അവകാശമില്ല. അതുപോലുള്ള ദുഷ്ടന്മാരാ ചുറ്റും വല വരച്ചിരിക്കുന്ന. സ്നേഹിക്കാനൊക്കെ എല്ലാവർക്കും അവകാശമുണ്ട്. എല്ലാവർക്കും സ്നേഹം കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കുറച്ച് ശ്രദ്ധിച്ചു വേണമെന്ന് മാത്രം. ചേച്ചിക്ക് ആ ഭാഗ്യം കിട്ടി. ഇതുപോലൊരാളെ ലോകത്ത് വേറെ ആർക്കും കിട്ടില്ല. അങ്ങനെയല്ല പ്രിയ, ലോകത്ത് ഇതുപോലെ പ്രശ്നങ്ങളിൽ പെടുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവരൊന്നും ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്യുന്നത്. ജീവിതം ഒരു മുറിക്കുള്ളിൽ അടച്ചിടുകയല്ല ചെയ്യുന്നത്. പോടാ പുല്ല് എന്നും പറഞ്ഞ് പകൽ വെളിച്ചത്തിൽ നല്ല അന്തസ്സോടെ ഇറങ്ങി നടക്കും. പുതിയ ജോലികൾ ചെയ്യും, പുതിയ കാഴ്ചകൾ കാണും, പുതിയ സന്തോഷങ്ങളിലേക്ക് പറന്നു പോകും. നീയും അങ്ങനെയാ ചെയ്യേണ്ടത്. ആദ്യം മനസ്സൊന്ന് ശാന്താവട്ടെ ഏട്ടാ. എന്റെ മനസ്സൊന്ന് നേരെ നിൽക്കുന്നില്ല. അതൊക്കെ ശരിയാവും. ഒരു 2 ദിവസം ഞാൻ വേണമെങ്കിൽ നിന്റെ കൂടെ നിൽക്കാം. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞ ചേച്ചി അങ്ങ് പോവില്ലേ? പിന്നെ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായില്ലേ? ജ്യോതി, ഒരാൾക്ക് താൽക്കാലികമായ ആശ്വാസം പകർന്നു കൊടുക്കലല്ല, അയാൾക്ക് ആശ്വാസം കണ്ടെത്താൻ സ്വയം അയാളെ പരിശീലിപ്പിക്കുന്നതാണ് അയാളോട് സ്നേഹമുള്ളവർ ചെയ്യേണ്ടത്. നമ്മളിപ്പോ എന്ത് ചെയ്യും ഏട്ടാ? ഇവളിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് എങ്ങനെ സമാധാനം കിട്ടുന്ന? ഒരു കാര്യം ചെയ്യും, എന്തായാലും 2 ദിവസം നീ പ്രിയയുടെ കൂടെ നിൽക്കാന്ന് സമ്മതിച്ചില്ലേ? തൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. പിന്നെ വരാനോ? ഇല്ല, ഞാനില്ല അമരാവതിയിലേക്ക്. ആരുടെയും മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. വേണ്ട, അമരാവതിയിലേക്കും വരണ്ട. പിന്നെ നല്ല സമാധാനം കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി പോകും. വേണമെങ്കിൽ നല്ല അന്തരീക്ഷമുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലേക്കായാലും മതി. ചോറ്റാനിക്കരയോ ആറ്റുകാലോ അങ്ങനെ എവിടെയെങ്കിലും. ഈശ്വര സാന്നിധ്യമുള്ള സ്ഥലത്താവുമ്പോൾ സമാധാനമായിട്ട് 2 ദിവസം ഇരിക്കാനും പറ്റും. കുറച്ച് കാഴ്ചകൾ കാണാം, ദൈവങ്ങളെ തൊഴാം, മനസ്സൊന്ന് ശാന്തമാവും. അങ്ങനെയാണെങ്കിൽ ഏട്ടനും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോവാലോ. അയ്യോ, എനിക്ക് വരാൻ പറ്റില്ല. ഓഫീസിൽ കുറച്ച് ജോലികളുണ്ട്. ഇപ്പൊ ഞാനിവിടെ നിന്ന് മാറിയുന്ന അതാകെ പ്രശ്നത്തിലാവും. നിങ്ങൾ രണ്ടുപേരോട് പോയാൽ മതി. എവിടെ പോകണമെന്ന് തീരുമാനിക്കേ. യാത്രയ്ക്കുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഞാൻ ചെയ്യാം.
അല്ല പ്രിയ അത്രയ്ക്ക് മൂഡ് ഓഫ് ആണോ? അതെ അമ്മ, കഴിഞ്ഞ ദിവസത്തെ സംഭവം കൂടി ആയപ്പോഴേ അവൾ ആകെ തകർന്നിരിക്കുവാ. ഞങ്ങളുടെ ശാന്തി മുഹൂർത്തം നടക്കാൻ വേണ്ടിയാ അവൾ ഈ കടുങ്കയൊക്കെ കാണിച്ചത്. അത് വലിയ ഡാമേജ് ആയിപ്പോയി മോളെ. എന്താ? എടുത്തുചാട്ടമായി പോയി എന്ന്. അവന്റെ സ്വഭാവം അത്രയ്ക്ക് ബാഡാണെന്ന് അവക്കല്ലേ ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത്. അവൾക്ക് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചിരുന്നെങ്കിൽ ആരുത്തരം പറയും? അടുത്തയാഴ്ച കേസിന് ട്രയൽ തുടങ്ങിയ പഴയ പ്രോസിക്യൂട്ടർ മാറി. ആരാ പുതിയ പ്രോസിക്യൂട്ടർ? അഡ്വക്കേറ്റ് നന്ദനുണ്ണി. ആള് നല്ല മിടുക്കനാ. വാദിച്ചിട്ടുള്ള എല്ലാ കേസുകളിലും ജയിച്ചിട്ടുള്ള ആളാ. നന്നായി. അവന് പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. ജീവിതകാലം മുഴുവൻ അവൻ ജയിലിൽ കിടക്കട്ടെ. അവിടെ കിടന്ന് നരകിക്കുവാൻ. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവൻ അർഹിക്കുന്നില്ല. ആ, ഞാൻ ചോദിക്കാൻ മറന്നു. വൈഫിനിപ്പോ എങ്ങനെയുണ്ട്? ജീവിക്കുന്നു, അത്ര തന്നെ. ഇപ്പൊ പഴയ പോലെ ബഹളം വെച്ച് കരയുന്നില്ല. കരഞ്ഞു കരഞ്ഞ് കണ്ണീര് വറ്റിയതുകൊണ്ടാവും അവളിപ്പോ കരയാറ് പോലും ഇല്ല. വിധി അനുഭവിച്ചല്ലേ പറ്റൂ. പ്രിയ അവിനാശിനോട് പകരം വീട്ടാൻ ഒരു മണ്ടത്തരം കാട്ടി. ഞാൻ അറിഞ്ഞു. സുധാകരൻ നായർ വിളിച്ചിരുന്നു. അവളെ കൊണ്ട് അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ. പക്ഷേ ഇനി അതുപോലത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുതെന്ന് DK പ്രിയയോട് പറയണം. പോകേണ്ടയാള് പോയി. ശിക്ഷ കോടതി കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ദൈവം കൊടുക്കട്ടെ. വെറുതെ ജീവിതം പാഴാക്കി കളയരുതെന്ന് ഒന്ന് പറയണം അവളോട്. ഒരു വിവാഹം കഴിക്കാൻ ഞങ്ങളെല്ലാവരും അവളെ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ അവള് സമ്മതിക്കുന്നില്ല. അവന്റെ നാശം കണ്ടിട്ടേ ഇനിയൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്നാ പ്രിയയുടെ തീരുമാനം. അത് പറ്റില്ല DK. അവളൊരു പെൺകുട്ടിയാ. നമ്മൾ ആണുങ്ങളെ പോലെയല്ല. ജീവിതത്തിൽ ഒരു കൂട്ടുണ്ടായേ പറ്റൂ. രാജുവിനെ ഓർത്ത് ഇനി ദുഃഖിച്ചിരുന്നിട്ട് എന്താ കാര്യം? അവൻ പോയി. അല്ലെങ്കിലും ആയുസ് മുഴുവനും അവനെ ഓർത്ത് ജീവിക്കാനൊന്നും പറ്റില്ലല്ലോ. ആ, എനിക്ക് അവളൊരു വാക്ക് തന്നിട്ടുണ്ട്. നിങ്ങളാരാ? എന്താ വിളിച്ചേ? ഡോറ് തുറക്കുന്നേ. നിങ്ങളിത് എങ്ങോട്ടാ കേറുന്നേ? അമ്പലത്തിൽ പോണ്ടേ? ചേച്ചി എന്ത് പണിയായി കാണിക്കണേ? എന്നെ ഒറ്റയ്ക്കാക്കിട്ട് ഇവരോട് അങ്ങ് പോവുക. ചേച്ചിയോ? ഇത് ചേച്ചിയുടെ ആരെങ്കിലും ആണോ? അയ്യോ, അത് പറയാൻ മറന്നു. ഇതെന്റെ ആങ്ങളെയാ. അപ്പോ ഇയാളെയും കൊണ്ടുപോണോ? പിന്നെ അല്ലാണ്ട് എന്നെ വഴി കളഞ്ഞിട്ട് പോവുകയാണോ? എന്ത് കഷ്ടാ കുട്ടി ഈ പറയണേ? ചേച്ചി തനിയേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങൾ കൊണ്ടുപോകാന്ന് വിചാരിച്ച. ഇതിപ്പോ പ്രിയ, എന്തായാലും ക്ഷേത്രത്തിലേക്കല്ലേ, നമ്മുടെ കൂടെ പോന്നോട്ടെ. ചേച്ചി നല്ല മനസ്സുള്ള ചേച്ചിയാട്ടോ. ആ കുട്ടി ഒന്ന് അങ്ങോട്ട് നീങ്ങിയിരുന്നേ. നീങ്ങിയിരിക്കുന്നേ. കുട്ടിയെ ഞാൻ കുട്ടിയൊന്നും അല്ല. കുട്ടിയായാലും വലുതായാലും സാരമില്ല. നമുക്ക് പോണ്ടേ? കുട്ടി അങ്ങോട്ട് നീങ്ങിയിരിക്കുന്നേ. കുട്ടിക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അതെ, ഇത് ഞങ്ങൾ സ്ത്രീകൾ മാത്രം പോകുന്നൊരു യാത്രയാ. അപ്പോ ഇയാളോ? എന്റെ കുട്ടിയെ ആണായാലും പെണ്ണായാലും പെരുമാറ്റത്തിൽ ഇത്തിരി മര്യാദയൊക്കെ വേണം കേട്ടോ. പിന്നെ ഇപ്പൊ ദൈവത്തിനെ തൊഴാൻ പോവല്ലേ, അതിന് ഇത്തിരി ഭക്തിയും കൂടെ വേണം. അയ്യോ, നിങ്ങളൊന്ന് വാടക്കുന്നുണ്ടോ?
ഇന്റെ വാടിച്ചിട്ട് എന്താ കാര്യം കുട്ടിയെ? ഹാ, ചേട്ടന്താ വണ്ടി എടുക്കാത്തെ? ഹലോ, എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? ആ, ഇല്ല, ഞാൻ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. നോ, അവർക്കൊരു പോറൽ പോലും ഏൽക്കരുത്. ഞാൻ ഉടനെ അങ്ങ് എത്തും. ശരി. അമ്മയോട് എന്തു പറയും? എന്താ അമ്മേ? മൈസൻ, പിള്ളേരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആരും ഫോൺ എടുക്കുന്നില്ല. അമ്മേ, ഞാൻ അവരെ കാണാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് എന്തു പറ്റി? നീ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? ഒന്നുമില്ല, ഞാൻ അവിടെ ചെന്നിട്ട് അമ്മയെ വിളിക്കാം. അമ്മ ഫോൺ വെക്കേ. എടാ ദേവാ, ഫോൺ വെക്കല്ലേ. എടാ മോനെ, നീ കാര്യം എന്താണെന്ന് വെച്ച് പറയടാ. ഒന്നുമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? കാര്യം പറയടാ. അമ്മ, അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോള് വന്നിരുന്നു. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. അമ്മ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം. ശരി. എടാ ഫോൺ